നിങ്ങൾ സുബഹിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒരാൾ സുബഹിനെ ഉണരുക എന്ന് പറഞ്ഞാൽ എന്താ? മൂടി പതിച്ച് സന്തോഷത്തോടെ ഭയങ്കര രസമായിട്ട് ആസ്വദിച്ച് ഉറങ്ങുന്ന ഒരു മനുഷ്യൻ സുബഹ് നേരത്ത് ഉണർന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് അയാളുടെ പുലരിയെ ബലി കൊടുക്കുകയാണ്. അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുലരിയെ അയാൾ ബലി കൊടുക്കുകയാണ്. കഷ്ടപ്പാടാണ്. പക്ഷെ ആ കഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട മകനെ ഇബ്രാഹിം നബി ബലി കൊടുക്കാൻ തയ്യാറായതുപോലെ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉറക്കത്തെ, പുലരിയെ അയാൾ ബലി കൊടുക്കുന്ന പരിപാടിയാണ് സുബഹി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം നിസ്കാരങ്ങൾ ശരിക്ക് പടച്ചോനോടുള്ള നമ്മുടെ കണക്ഷനാണ്. അതിനെന്ത് വേണം? അതിനാ ക്വാളിറ്റി ടൈം വേണം. അത്രയേ ഉള്ളൂ. നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും പടച്ചോനോടുള്ള ക്വാളിറ്റി ടൈമാണ്. സമയമല്ല, നല്ല സമയം. ടൈമല്ല, ക്വാളിറ്റി ടൈം. അപ്പോൾ ഒരാളുടെ നിസ്കാരങ്ങൾ കൊളയാലോ, അതിൻ്റെ സമയം തെറ്റി, അതിൻ്റെ രസം നഷ്ടപ്പെട്ട് ഒരു ചടങ്ങ് പോലെ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ പടച്ചോനോടുള്ള ബന്ധം അത്രയും കുഴപ്പം വരും. അത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ഫാൻ ഉണ്ടെങ്കിൽ ആ ഫാന് കറങ്ങാൻ നമ്മൾ അവിടെ പോയിട്ടല്ല സ്വിച്ച് ഇടുക, ഇവിടെ എവിടെയെങ്കിലുമാണ് സ്വിച്ച് ഇടുക. ഇവിടെ സ്വിച്ച് ഇടുമ്പോഴേക്കും അവിടെ ഫാന് കറങ്ങാനുള്ള കാരണം എന്താണ്? ആ ഫാനും സ്വിച്ചും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ കേടുവന്നാലോ എത്ര അമർത്തി സ്വിച്ച് ഇട്ടാലും ഫാന് കറങ്ങില്ല. നമ്മളെന്താ പറയുക? ഫാന് കേടുവന്നു എന്നാ പറയുക. ഫാനാണോ കേടുവന്നത്? ആ വയറാണ് കേടുവന്നത്. ഇതാണ് നിസ്കാരങ്ങൾ.